നമസ്കാരം. എക്സാം പോയിന്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് പ്രിയ കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 4ാമത്തെ പാഠഭാഗമായിട്ടുള്ള AP ഉദയഭാനുവിൻ്റെ കൊച്ചു ചക്കരച്ചികൾ എന്ന ലേഖനമാണ് പഠിക്കാനായി പോകുന്നത്. 2ാമത്തെ യൂണിറ്റിൻ്റെ പേര് നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്നാണ്. അതിലെ ആദ്യത്തെ പാഠഭാഗം വളരെ ശ്രദ്ധിച്ചിരിക്കണം. വളരെ രസമുള്ളൊരു പാഠഭാഗം തന്നെയാണിത്. നമ്മൾ ഈ പാഠഭാഗം എടുക്കുന്നത് എക്സാം പോയിന്റിൻ്റെ ഗൈഡിനെ അധികരിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പാഠത്തിലേക്ക് കിടക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ പാഠഭാഗത്തിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയുകയാണ്, AP ഉദയഭാനു എഴുതിയ ലേഖനമായിട്ടുള്ള കൊച്ചു ചക്കരച്ചി. ശ്രീ AP ഉദയഭാനുവിൻ്റെ മനോഹരമായിട്ടുള്ള നർമ്മോപന്യാസ കൃതിയാണ് കൊച്ചു ചക്കരച്ചി. അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഓർമ്മകളാണ് ഇതിനകത്ത് പ്രതിപാദ്യ വിഷയമായിട്ട് വരുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് AP ഉദയഭാനുവിനെ ഒന്ന് പരിചയപ്പെടാം. മികച്ചൊരു ഗദ്യകാരനും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനും പത്രപ്രവർത്തകനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ശ്രീ AP ഉദയഭാനു. തിരുവിതാംകൂറിൽ 1915 ഒക്ടോബർ 1 അദ്ദേഹം ജനിച്ചത്. 1944 അദ്ദേഹം തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ലളിതോപന്യാസങ്ങളുടെ കർത്താവ് എന്ന നിലയിലും അദ്ദേഹം പ്രശസ്തനാണ്. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവുമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പത്രപ്രവർത്തനത്തിന് സ്വദേശാഭിമാനി അവാർഡും അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സമഗ്ര സംഭാവനയ്ക്കായിരുന്നു ആ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. മനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് കൃതികൾ കൊച്ചു ചക്കരച്ചി കൂടാതെ അനാഥൻ, അടഞ്ഞ വാതിൽ, അപ്പൂപ്പൻ കഴുത, ആനയും അല്പം തെലുങ്കും അങ്ങനെ ഒട്ടനവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ധാരാളം ഉപന്യാസ കൃതികളും അദ്ദേഹത്തിൻ്റെ രചനയിൽ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. മനോഹരമായിട്ടുള്ളൊരു കൃതിയാണ് മാവ് മാമ്പഴം. മലയാളിയെ സംബന്ധിച്ച് ഇതൊരു വികാരം തന്നെയാണ് അല്ലേ? മാവിൻ്റെ മാമ്പഴത്തിൻ്റെ സ്വാദറിയാത്ത മലയാളി ഉണ്ടാകില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പഴം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമ്പഴത്തിൻ്റെ പേരായിരിക്കും ഭൂരിഭാഗവും മലയാളികൾ പറയുന്നത്. ഒട്ടനവധി കൃതികളും മലയാളത്തിൽ മാമ്പഴവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. വൈലോപ്പിള്ളിയുടെയും അതുപോലെ തന്നെ PP രാമചന്ദ്രൻ്റെയും എല്ലാം കൃതികൾ ഇതിനുദാഹരണമാണ്. അത്തരത്തിൽ മാമ്പഴത്തിൻ്റെ ഓർമ്മകൾ, കുട്ടിക്കാലത്ത് തന്നെ കൊച്ചു ചക്കരച്ചി എന്ന വലിയ മാവ് എങ്ങനെ സ്വാധീനിച്ചു, തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയതെങ്ങനെ എന്നെല്ലാം തന്നെ ഇതിൽ ഭംഗിയായി തന്നെ വരച്ചു കാണിക്കുന്നുണ്ട് ശ്രീ AP ഉദയഭാനു. ഈ കൊച്ചു ചക്കരച്ചി എന്ന് പറഞ്ഞ കൃതി നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു നർമ്മോപന്യാസ കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഓർമ്മകൾ ഇതിനകത്ത് തെളിഞ്ഞു വരുന്നു. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നുതിർന്നു ചുടുകണ്ണീർ. ഇതുപോലെയുള്ള ഒട്ടനവധി മാവും മാമ്പഴവും വിഷയമായി വരുന്ന കൃതികൾ നമുക്ക് കാണാനായി കഴിയും. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തെയും അടിവരയിട്ടുകൊണ്ട് ഇതിൽ വിശകലനം ചെയ്തിരിക്കുന്നു. പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. കുട്ടിക്കാലത്ത് കൂട്ടുകാരോടൊപ്പം മാഞ്ചുവട്ടിൽ ഓടിക്കളിക്കുന്നതും കാറ്റത്ത് താഴെ വീഴുന്ന മാമ്പഴം പറിക്കാൻ തമ്മിത്തല്ല് കൂടുന്നതും അതുപോലെ അതിൻ്റെ വിവിധ സ്വാദ് നുകരുന്നതും എല്ലാം തന്നെ നന്മ നിറഞ്ഞ ബാല്യകാല ഓർമ്മകളാണ്. മാഞ്ചുവട്ടിൽ കൂട്ടുകാരോടൊപ്പം ബാല്യം പങ്കുവച്ച സൗഹൃദങ്ങളുടെ ഓർമ്മ കൂടിയാണ് ഇതിൽ ആവിഷ്കരിക്കുന്നത്. പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. മാവ് തളിരിടുമ്പോൾ മുതൽ നാട്ടുംപുറത്ത് ഉത്സവമാണ്. ഗ്രാമീണാന്തരീക്ഷം മാമ്പൂവിൻ്റെ മൃദുലമായ പരിമളം കൊണ്ട് നിറയും. ഉണ്ണിമാങ്ങ പരുവ മുതൽ മാവിൻ ചുവട്ടിലെ സദ്യ ആരംഭിക്കുകയായി. മലയാളിക്ക് മാവ് എത്ര പ്രിയങ്കരമാണ്, അല്ലെങ്കിൽ മലയാളിയുടെ ജീവിത ശൈലിയിൽ മാവിനുള്ള സ്വാധീനം എന്തെല്ലാമാണ്, അതെല്ലാം തന്നെ നമുക്ക് ഈ വരികളിൽ കാണാനായിട്ട് കഴിയും. ആദ്യമേ തന്നെ മാവിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും മാവിൻ്റെ ആ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും നല്ല ഭംഗിയായി തന്നെ ഇതിൽ വിശകലനം ചെയ്തിരിക്കുന്നു. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. മറ്റുള്ള വൃക്ഷങ്ങളിലെല്ലാം തന്നെ അതിനേക്കാൾ പ്രാധാന്യം ഇവിടെ എഴുത്തുകാരൻ മാവിന് കൊടുക്കുന്നു. മാവ് തളിരിടുമ്പോൾ എല്ലാ തരത്തിലും ഒരു നാട്ടുംപുറത്ത് ഉത്സവ ഛായയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഗ്രാമീണാന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മൃദുലമായിട്ടുള്ള പരിമളം മാവിൻ്റേതാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിമാങ്ങാ പരുവം മുതൽ മാവിൻ ചുവട്ടിലെ സദ്യ ആരംഭിക്കുകയായി. നമ്മൾ അതേ പ്രാർത്ഥന എന്ന് പറഞ്ഞ കവിതയിൽ മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇടശ്ശേരിയുടെ
അതിൽ തന്നെ മാവ് പൂക്കുന്ന സമയത്തുണ്ടാകുന്ന വ്യത്യസ്തതകൾ, ആ ഒരു മാറ്റം എന്താണ്, എല്ലാ രീതിയിലുള്ള ഒരു ഉത്സവ പ്രതിനിധി തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. വല്ലാത്ത രീതിയിലുള്ള ഒരു വ്യത്യാസം സമൂഹത്തിലും അതുപോലെ തന്നെ പ്രകൃതിയിലും എല്ലാം തന്നെ മാറ്റം വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതേ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ അണ്ണാറക്കണ്ണന്മാരും അതുപോലെ തന്നെ കാക്കകളും കൊച്ചുകുട്ടികളും എല്ലാം തന്നെ അതിൽ വട്ടം കൂടുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് സാധാരണഗതിയിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്നത്. അതെല്ലാം തന്നെ ഇവിടെ ഭംഗിയായി പറഞ്ഞിരിക്കുന്നു. ഏതു പരുവത്തിലാണ് മാങ്ങ ആസ്വാദ്യമല്ലാത്തത്? അദ്ദേഹത്തിന് വലിയൊരു ചോദ്യമാണ് അല്ലേ. ഏതു പരുവത്തിലാണ് നമുക്ക് മാമ്പഴം, മാങ്ങ, മാവ് ഇതെല്ലാം തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്തത്? എല്ലാ രീതിയിലും പല രീതിയിലും നമ്മെ ആസ്വദിപ്പിക്കുന്നതാണ് മാവും മാമ്പഴവും എല്ലാം തന്നെ. പച്ചമാങ്ങ അല്പം ഉപ്പ് ചേർത്ത് കറുമുറ ചവച്ചു തിന്നാൽ, അല്ലേ? പച്ചമാങ്ങ നല്ല രീതിയിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് കറുമുറ കടിച്ചു തിന്നാനായിട്ട് ഏതു പ്രായത്തിലുള്ളവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ കുത്തിയൊലിക്കുന്ന ഉമിനീരിൻ്റെ വേഗം കൊണ്ട് അണകൾ കോച്ചിപ്പോകും, അത്ര രസമാണ്. മാങ്ങ പഴുത്തു കഴിയുമ്പോഴാണല്ലോ രസം അതിൻ്റെ പരമോച്ഛ നില പ്രാപിക്കുന്നത്. നല്ല രീതിയിൽ കണ്ണിമാങ്ങയും ഉപ്പിലിട്ട മാങ്ങയൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ മാമ്പഴം രുചി എത്തുന്ന എപ്പോഴാണ്? നല്ല രീതിയിൽ ആ മാങ്ങ പഴുത്തു കഴിയുമ്പോൾ മാത്രമാണ്. കയ്യിൽ വച്ചൊന്ന് കശക്കി ഊറിക്കുടിച്ചാലുള്ള അമൃതരസത്തിനു മീതെ രസം മറ്റൊന്നുമില്ല. നല്ല രീതിയിൽ കൈ വെച്ച് ഇറിഞ്ചി കുടിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ്, സ്വാദ് മറ്റൊന്നിനുമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമാണോ, മാങ്ങാക്കാലം കഴിഞ്ഞാലും ആണ്ടോടാണ്ട് പല രൂപഭേദങ്ങളിൽ നാം മാങ്ങ വെച്ച് സൂക്ഷിച്ച് ആസ്വദിക്കുന്നു. അതിൻ്റെ അണ്ടിപ്പരിപ്പ് പോലും ഔഷധമൂല്യമുള്ള ഭക്ഷ്യമാണ്. അവൻ്റെ ഓരോ തലങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. കണ്ണിമാങ്ങയാകുമ്പോഴും പച്ചമാങ്ങയാകുമ്പോഴും പഴുക്കുമ്പോഴും അതിനുശേഷം അതിൻ്റെ അണ്ടിപ്പരിപ്പിന് വരെയുള്ള സ്വാദിനെ പറ്റിയിട്ട് പല രീതിയിൽ പല ഭാഷകളിൽ പല ഭാവങ്ങളിൽ നാം മാവിനെ ഉപയോഗിക്കാറുണ്ട്, മാങ്ങയെ ഉപയോഗിക്കാറുണ്ട്. മാങ്ങ എത്രത്തോളം മലയാളിയെ സ്വാധീനിക്കുന്നു, ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നെല്ലാം തന്നെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് കിടക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര മാവുകളാണ് എൻ്റെ ഓർമ്മയിൽ വന്ന് നിരന്നു നിൽക്കുന്നത്. അതാ ആകാശമൊരുമി ഒരു മാവ് നിൽക്കുന്നു. അതിനെ കുരുടിച്ചി എന്നാണ് വിളിക്കുന്നത്. കാര്യമെന്തെന്നോ, അതിൻ്റെ മാങ്ങയ്ക്ക് ചക്കക്കുരുവിൻ്റെ വലിപ്പമില്ല. കുട്ടികൾക്ക് പോലും അണയിൽ ഈ 2 എണ്ണം ഇടാം. പലതരത്തിലുള്ള മാവുകളെ പറ്റിയിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കൊച്ചു ചക്കരച്ചി എന്നുള്ള തലക്കെട്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. ആ തലക്കെട്ട് തന്നെ നമ്മെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഏറ്റവും വ്യത്യസ്തതയുള്ള പേരുകൾ കൂടിയുള്ള ഒരു പഴം കൂടിയാണ് മാമ്പഴം എന്ന് പറയുന്നത്. പല രീതിയിൽ പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ കുരുടിച്ചി എന്ന് പറഞ്ഞ പേരുള്ള ഒരു മാവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കുരുടിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച നശിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേരും വളരെ ആപ്റ്റാണ് അല്ലേ. കുട്ടികൾക്ക് പോലും നല്ല രീതിയിൽ നുണഞ്ഞു കഴിക്കാവുന്ന വളരെ ചെറിയൊരു മാമ്പഴമാണ് എന്തിലുണ്ടാകുന്നത്? കുരുടിച്ചിയിൽ ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് പോലും അണയിൽ ഈ 2 എണ്ണം ഇടാം. എന്നാൽ എന്തൊരു നൂറും മധുരവുമാണ്. പക്ഷേ ആൾ ചെറുതാണെങ്കിലും നല്ല സ്വാദും അതുപോലെ തന്നെ മധുരവുമുണ്ട്. 40-45 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അതിൻ്റെ സ്വാദ് നാക്കിൻ്റെ അറ്റത്ത് വന്ന് നിറയുന്നു. തൻ്റെ ഓർമ്മകൾ ഒരു 40-45 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് AP ഉദയഭാനു പറയുന്നത്. അദ്ദേഹം ബാല്യകാലത്തിൽ കഴിച്ചിട്ടുള്ള മാമ്പഴമാണത്, ആ കുരുടിച്ചി. അതിൻ്റെ സ്വാദ് ഇപ്പോഴും തൻ്റെ നാവിൽ വന്ന് നിറയുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. കാവുകുളങ്ങരെ നിന്ന ചക്കരച്ചിയുടെ പരിമളം ഇപ്പോഴും ഓർക്കാൻ കഴിയും. അതുപോലെ തന്നെ കാവുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന ചക്കരച്ചിയുടെ മണവും തൻ്റെ ഓർമ്മകളിൽ ഇപ്പോഴും തന്നെ തെളിഞ്ഞു വിളങ്ങി നിൽക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പല മാവുകൾ അവരുടെ പ്രത്യേക സ്വാദുകളുമായി ഓടിയെത്തുന്നു. അങ്ങനെ പലതരത്തിലുള്ള പല പേരുകളുള്ള പല സ്വാദുകളുള്ള പല ഗന്ധമുള്ള പല ഭാവങ്ങളുള്ള പല നിറമുള്ള മാവും മാമ്പഴവും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. കൂട്ടുകാരോടൊപ്പം ഒരുപാട് മാവിൻ്റെ ചുവട്ടിലിരിക്കാറുണ്ടെങ്കിലും കൊതിയ സമാജം കൂടിയിരുന്നത് മുല്ലശ്ശേരിയിലെ അതിരിൽ നിന്ന് ശർക്കര മാവിൻ്റെ കീഴിലായിരുന്നു. ചുള്ളിക്കമ്പുകൾ വിറകാക്കി ഉയർത്തിയ ഹോമാഗ്നിയിൽ മാങ്ങനീര് ഹവിസാക്കി ഞങ്ങൾ അണ്ണാൻ പിറന്നാളെന്ന മഹായജ്ഞം നടത്തിയിരുന്നു. കൂട്ടുകാരെല്ലാവരും കൂടി ഹോമദ്രവ്യം, ഹവിസ് എന്ന് പറഞ്ഞാൽ ഹോമദ്രവ്യമാണ്, ഉരുക്കു നെയ്യെന്നാണ് അതിനർത്ഥം. അതെല്ലാം ചേർന്ന് ഒരു മഹായജ്ഞം കുട്ടികൾ നടത്തിയിരുന്നു. അതായത് പ്രകൃതിയോടുള്ള ഒരു അടുപ്പമാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ മാമ്പഴം വരാനും അതുപോലെ തന്നെ അണ്ണാനും അതുപോലെ കാക്കകൾക്കും നമുക്കെല്ലാവർക്കും തന്നെ മാമ്പഴം കിട്ടാനുമുള്ള ഒരു ചെറിയ യജ്ഞം. ആ ഹോമധൂപം മാവിൻ്റെ ഉയരത്തിൽ ചെല്ലുമ്പോൾ മാവ്
പ്രീതിയോടെ മാങ്ങ പൊഴിച്ചു തരും. ആ ഹോമധൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോമത്തിൻ്റെ ആ ഒരു പൊടിപടലങ്ങൾ, ആ ഒരു പുക അങ്ങോട്ട് ചെല്ലുമ്പോൾ മാവ് ഇഷ്ടം പോലെ മാമ്പഴം ഇട്ടു തരുമെന്നും അദ്ദേഹം ഓർക്കുകയാണ്. വീണ മാങ്ങയുടെ ഞെട്ടിനുള്ളി ഉണ്ണിയിട്ടാൽ പകരം ഒരു മാങ്ങ വീഴും. അതിൻ്റെ അവകാശി ഉണ്ണിയിട്ട ആളാണ്. ഇക്കാറ്റും കാറ്റല്ല, മറുകാറ്റും കാറ്റല്ല, മാവേലിക്കുന്നത്തെ പൂവാലൻ കാറ്റെ ഓടിവ എന്ന് ആവാഹിച്ചാൽ വായു ഭഗവാൻ വന്ന് വിമനസ്സായി നിൽക്കുന്ന മാവിൻ്റെ ശാഖകളെ ഉലച്ച് മാങ്ങകൾ പൊഴിച്ചു തരും. ആ കുട്ടിക്കാലത്തെ രസകരമായിട്ടുള്ള ഓർമ്മകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓരോ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ വായു ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ വായു ഭഗവാൻ മിണ്ടാതെ ഉരിയാടെ നിൽക്കുന്ന ആ മാവിൽ നിന്ന് മാമ്പഴത്തെ പൊഴിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ അണ്ണാൻ കുഞ്ഞൂഞ്ഞെ കാക്കക്കഴുവേറി എന്നിങ്ങനെ ഇണക്കിയും പിണക്കിയും അവരെ കൊണ്ട് മാങ്ങകൾ കൊത്തിയിടിക്കും. അതുപോലെ തന്നെ കാക്കകളെയും അണ്ണാനെയും എല്ലാം കളിയാക്കിക്കൊണ്ട് അവരോട് ഒത്തുചേർന്ന് പിന്നെയും മാമ്പഴം ഇടുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം ഓർക്കുകയാണ്. അങ്ങനെ എന്തെല്ലാം മന്ത്രതന്ത്രങ്ങൾ, ഉപാസനകൾ മാവിൻ ചുവട്ടിൽ നടന്നിരിക്കുന്നു. ഇന്ന് മാങ്ങാമരം കാണാത്ത കുട്ടികൾ കേരളത്തിൽ ഉണ്ടാവില്ലെങ്കിലും ഇപ്പറഞ്ഞ പഴയ അപരിഷ്കൃത മട്ടുകൾ അവർ അറിയാനിടയില്ല. ഇന്നൊരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് കുട്ടികൾ പല രീതിയിൽ ഇതുപോലെയുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം തന്നെ കാണിക്കുമായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് മാവിനെ പറ്റി അറിയാം, പക്ഷേ ഒരുപാട് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാമ്പഴത്തിൻ്റെ സ്വാദ് ഒരു പക്ഷേ അവർ കൃത്യമായിട്ട് ചിലപ്പോൾ അറിയണമെന്നില്ല. കൃത്രിമ രുചികൾ അവരുടെ നാവിനെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെയുള്ള മാവിൻ ചുവട്ടിലുള്ള കളിയും ചിരിയും പലതരത്തിലുള്ള മാങ്ങകളെ പറ്റിയും അതിൻ്റെ വിവരണത്തെപ്പറ്റിയും അതുപോലെ തന്നെ സ്വാദിനെ പറ്റിയും ഒന്നും തന്നെ അവർക്ക് അറിഞ്ഞുകൂടാ. അത്തരത്തിലെ രീതിയിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു, പ്രകൃതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാവിനോടുള്ള പ്രേമം നാട്ടിൻപുറത്തെ കുട്ടികളിൽ മാത്രമല്ല കവികളിലും കാണാം. കുട്ടികൾക്ക് എപ്പോഴും മാവും മാമ്പഴമെല്ലാം ഒരു വീക്ക്നെസ് ആണ്. അതിൽ കല്ലെറിയാനും കയറി പറിക്കാനും എല്ലാം തന്നെ വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു വിഭാഗമാണ് കവികൾ. കവികളായവരെല്ലാവരും നാട്ടിൻപുറത്തെ ഏതെങ്കിലും കൊതിയ സമാജത്തിൽ അംഗമായിരുന്നിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ കൊതിയ സമാജത്തിൽ അംഗമായിരുന്നിരിക്കണം ഓരോ കവികളും. അതുകൊണ്ടായിരിക്കണം അവർ ഒരുപാട് തരത്തിലുള്ള മാവിനെ പറ്റിയും മാമ്പഴത്തെ പറ്റിയുമെല്ലാം കവിതകൾ എഴുതിയിരിക്കുന്ന കാരണമെന്ന് ഇദ്ദേഹം ഓർക്കുകയാണ്. പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ കുട്ടികൾക്ക് മാവിനോടും മാമ്പഴത്തോടുമുള്ള പ്രണയത്തെയാണ് കാണിക്കുന്നതെങ്കിൽ പിന്നീട് കവികൾ എത്രത്തോളം മാവും മാമ്പഴവുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചിരുന്നു, എത്രത്തോളം അവരുടെ ജീവിതത്തിൽ മാവും മാമ്പഴവും സ്വാധീനം ചെലുത്തിയിരുന്നു എന്നെല്ലാമാണ് പിന്നീട് പറയുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്: കവികളായവരെല്ലാം നാട്ടുംപുറത്തെ ഏതെങ്കിലും കൊതിയ സമാജത്തിൽ അംഗങ്ങളായിരുന്നിരിക്കണം. അല്ലായെങ്കിലുണ്ടോ തേനൂറുന്ന കവിത രചിക്കാൻ അവർക്ക് കഴിയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊതിയ സമാജത്തിൽ ഓരോ കവികളും അംഗമായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് തേനൂറുന്ന ധാരാളം കവിതകൾ അവർക്ക് രചിക്കാനായിട്ട് കഴിഞ്ഞത്. സർവവൃക്ഷങ്ങൾക്കും മീതെ എന്നു ഭാവിച്ചു നിൽക്കുന്ന അശ്വത്ഥമോ, ഘനസുഗന്ധിയായ സ്വർണ്ണപ്പൂക്കൾ വിരിയിച്ചു നിൽക്കുന്ന ചെമ്പകമോ, സുരഭില സ്വർണ്ണ നക്ഷത്രങ്ങൾ പൂക്കുന്ന ഇലഞ്ഞിയോ, രജത നക്ഷത്രങ്ങൾ ചൂടി നിൽക്കുന്ന പുന്നയോ, പൊന്നശകമോ പോലും കവിഭാവനയെ ഏറ്റവും കൂടുതൽ ഉദ്ദീപ്തവും ഉന്മക്തമാക്കിയിട്ടുള്ളത് ആ ബഹുമതി മാവിന് തന്നെയാണ്. പല രീതിയിലുള്ള മരങ്ങളും പൂക്കളും എല്ലാം തന്നെ പ്രകൃതിയിലുണ്ട്. ഇലഞ്ഞിയും അതുപോലെ തന്നെ ചെമ്പകവും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി എപ്പോഴും കവിയുടെ ഭാവനയെ വിരിയിച്ചിരിക്കുന്നത് മാവ് തന്നെയാണെന്ന് 100% പറയാൻ കഴിയുമെന്ന് AP ഉദയവാന് പറയുന്നു. ഇവിടെ കുറെ കൂടി നേര് ഈ കവികൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാമ്പൂ പൊടിച്ച് കാമൻ്റെ കയ്യിൽ സായകമാക്കി കൊടുത്തു എന്നതായിരിക്കണം. അതായത് കാമദേവനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. കാമദേവൻ പ്രണയത്തിൻ്റെ ദേവനാണ്. കാമദേവൻ എൻ്റെ കയ്യിലിരിക്കുന്ന 5 അമ്പുകളിലൊന്ന് മാമ്പൂവാണെന്നാണ് പറയുന്നത്. അത്രത്തോളം ഒരു പ്രാധാന്യം മാമ്പൂവിന് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ കവികൾക്കും മാവിനോട് കൂടുതൽ പ്രണയമുണ്ടാകാൻ കാരണം. പൂത്തിരി കത്തിച്ചതുപോലുള്ള മാമ്പൂക്കുല ഒടിച്ച് കുസൃതിക്കുട്ടനെ പോലെ കവിതാങ്കണത്തിൽ ഓടിയെത്തിയ വൈലോപ്പിള്ളി മാമ്പഴത്തിൽ കൂടെ ഉത്കടമായ വേദനയുടെ മാധുര്യം പകർന്നു തന്നാണല്ലോ നമുക്ക് പ്രിയങ്കരനായി തീർന്നത്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, അദ്ദേഹത്തെക്കുറിച്ച് അറിയാം നമുക്ക്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ മലയാളിക്ക് പ്രിയങ്കരനാക്കിയ കൃതി എന്ന് പറയുന്നത് മാമ്പഴമാണ്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നുതിർന്നു ചുടുകണ്ണീർ. മാമ്പു ഒടിച്ചതിന് അല്ലെങ്കിൽ മാവിൻ്റെ ഒരു കുല ഒടിച്ചതിന് അമ്മ മകനെ ശിക്ഷിക്കുകയാണ്, ചീത്ത പറയുകയാണ്. പക്ഷേ പിന്നീട് ആ കുടുംബത്തിലുണ്ടാകുന്ന ദുരന്തം അത് ഓർക്കുമ്പോൾ ആ കുട്ടി മരണപ്പെടുന്നതിന് ശേഷം അമ്മയ്ക്കുണ്ടാകുന്ന വേദന അതിഗംഭീരമായിട്ട് തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം മാമ്പഴം കവികൾക്കും അതുപോലെ മലയാളിക്കും ഒരു വികാരമാണ്, വേദനയാണ്, ഇഷ്ടമാണ്, പ്രണയമാണ് എന്നെല്ലാം തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പലതരം മാവിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും എല്ലാം തന്നെ ഇവിടെ ലേഖകൻ പറയുന്നുണ്ട്.
പിന്നീട് കൊച്ചു ചക്കരച്ചിയുടെ വിശേഷത്തിലേക്കാണ് അദ്ദേഹം കടക്കുന്നത്. ആ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇങ്ങനെ ഭുവനവിദിതമായ മാവിൻ്റെ വംശത്തിലാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരച്ചി വന്നു പിറന്നത്. ഭുവനവിദിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക പ്രശസ്തമായിട്ടുള്ള മാവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത്രയും നമുക്ക് പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ ഒരു കുടുംബത്തിൽ തന്നെയാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരച്ചി വന്നു പിറന്നത്. ഞങ്ങളുടെ എന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം ഒരു പ്രാധാന്യം എഴുത്തുകാരൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കഥാപാത്രമായിട്ട് തന്നെ കൊച്ചു ചക്കരച്ചിയെ മാറ്റുന്നുമുണ്ട് എഴുത്തുകാരൻ. സത്യം പറയാമല്ലോ, കൊച്ചു ചക്കരച്ചിയുമായി അടുത്തു പരിചയപ്പെട്ടതും സ്നേഹബന്ധം ഉദിച്ചതും ഭാഗം കഴിഞ്ഞ് ഞങ്ങളുടെ ശാഖ തറവാട്ടു വീട്ടിൽ പാർപ്പുറപ്പിച്ചതോടെ മാത്രമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ വീട് ഭാഗം വെച്ചതിന് ശേഷമായിരുന്നു കൊച്ചു ചക്കരച്ചിയോട് കൂടുതൽ അടുപ്പമുണ്ടാകുന്നതും സ്നേഹമുണ്ടാകുന്നതും. ശാഖ എന്ന് പറഞ്ഞാലും ഫലത്തിൽ താമസിക്കാൻ ഞാനും അമ്മയുമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുടുംബത്തിലെ ആ എഴുത്തുകാരനും അതുപോലെ തന്നെ എഴുത്തുകാരൻ്റെ അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലും അതുപോലെ തന്നെ മറ്റൊരാൾ വിദ്യാഭ്യാസ ആവശ്യമായിട്ട് എറണാകുളത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എഴുത്തുകാരൻ ചെറുപ്പത്തിൽ വന്നത്. അങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കൊച്ചു ചക്കരച്ചിയോട് കൂടുതൽ അടുക്കുന്നത്, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത്. തറവാട്ടു വീട്ടിൽ ഒരുപാട് മാവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഏറ്റവും ഒരു കുലശ്രേഷ്ഠകളായിട്ട് നിന്നത് കൊച്ചു ചക്കരച്ചിയും അതുപോലെ തന്നെ വലിയ ചക്കരച്ചിയുമായിരുന്നു. ആ 2 എണ്ണത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നത്. മൂത്തവള് വലിയ ചക്കരച്ചിയാണ്, പക്ഷേ കൂടുതൽ പ്രാധാന്യം, അല്പം കൂടി കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് കൊച്ചു ചക്കരച്ചിയോടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വലിയ ചക്കരച്ചി തെക്കു പടിഞ്ഞാറ് മാറി പറമ്പിൽ ഒഴിഞ്ഞാണ് നിന്നിരുന്നത്. എന്നാൽ കൊച്ചു ചക്കരച്ചി 4 കെട്ടിനും നെൽപ്പുരയ്ക്കും മധ്യേയുള്ള തെക്കേ മുറ്റത്ത് പടിഞ്ഞാറു നീങ്ങി കറ്റപ്പുരയുടെയും അതുപോലെ തേങ്ങാക്കൂട്ടിൻ്റെയും അതിർത്തിയിൽ മധ്യത്തായി നീണ്ടു നിവർന്ന് ഒരു അധീശ്വരിയെ പോലെയാണ് നിന്നിരുന്നത്. മുറ്റത്ത് കിഴക്കേ അറ്റത്ത് ഉയർന്നു നിൽക്കുന്ന മാളികയോട് സ്പർദ്ധിക്കുന്ന മട്ടു തോന്നും കണ്ടാൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാളികയോട് ഒരു സ്പർദ്ധ തോന്നുന്ന രീതിയിൽ അത്രയും ഉയർന്നായിട്ടാണ് ആര് നിന്നിരുന്നത്? കൊച്ചു ചക്കരച്ചി. പറമ്പിൻ്റെ മൂലയ്ക്കായിരുന്നു വലിയ ചക്കരച്ചി. പക്ഷേ കുടുംബത്തോട് ചേർന്ന് തന്നെ കൊച്ചു ചക്കരച്ചി നിന്നതുകൊണ്ട് അതിനോടായിരുന്നു കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. പടിഞ്ഞാറ് നിന്ന് കയറി വരുന്ന ഒരാൾക്ക് ഇരുപാർശ്വവും എന്ന് പറഞ്ഞാൽ 2 വശത്തും 2 പേടകളാൽ അനുസേവനയായി നിൽക്കുന്ന മയിലിനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന സൗധശില്പത്തിൽ കൂടെ ഞാൻ പ്രകടിപ്പിക്കുന്ന ധാടിയും മോടിയും കാണാൻ തടസ്സമുണ്ടാക്കുന്നു എന്ന കുറ്റം ചുമത്തി പാട്ടത്തിലെ അപ്പൂപ്പൻ ഒരു 60 കൊല്ലം മുമ്പ് കൊച്ചു ചക്കരച്ചിയെ വെട്ടി നീക്കാൻ തുനിഞ്ഞതായിരുന്നത്രേ. അതായത് ഒരിക്കൽ അത്രയും ഭംഗി വിശാലമായിട്ട് തണൽ നൽകിക്കൊണ്ട് കുടുംബത്തോട് ചേർന്ന് നിന്നിരുന്നതാണ്. പക്ഷേ ഒരു കാരണവർ അത് വെട്ടിയെടുക്കാനായിട്ട് ഒരിക്കൽ തുനിഞ്ഞതാണ്. കാരണം അത് വീടിന് ആപത്താകുമോ എന്നുള്ള ചിന്തയോടുകൂടി വേണ്ടപ്പെട്ടവർ ആരോ ഒക്കെ ഇടപെട്ട് ആ അത്യാഹിതം തടഞ്ഞു. ആ കഥ അവൾക്കൊരു പ്രത്യേക അരുമത്തം കൂടെ നേടിക്കൊടുത്തു. അതായത് ഒരിക്കൽ അത് വെട്ടിക്കളയാൻ ശ്രമിച്ചപ്പോൾ അതിനോട് ഇഷ്ടമുള്ളവരെല്ലാം ഇടപെട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഉദ്യമത്തിൽ നിന്ന് കാരണവരെ പിന്തിരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ ഒരു പ്രത്യേക അരുമത്തം, ഓമനത്വം കൂടി അവൾ നേടിയെടുത്തിരുന്നു. എത്രയോ തലമുറകൾ ആ വൃദ്ധമുത്തശ്ശിയുടെ കാൽ ചുവട്ടിലായിരുന്നു. മധുരം തിന്നു വളർന്നു വൃദ്ധരായി കാലയവനികയ്ക്കപ്പുറം മറഞ്ഞിരിക്കുന്നു. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ അവൾ പറയുമായിരുന്നു. ഒട്ടനവധി തലമുറയുടെ വിശേഷങ്ങൾ പങ്കുവച്ചവളാണ്, കണ്ടവളാണ് കൊച്ചു ചക്കരച്ചി. ആ കുടുംബത്തിന് കാലാകാലങ്ങളായിട്ട് അവിടെ നിലനിന്നതാണ്. അത്രയും പ്രായം അതിനുണ്ടായിരുന്നു. ഒരുപാട് തലമുറകൾ വന്നും പോയതും എല്ലാം തന്നെ കൊച്ചു ചക്കരച്ചി ദിനവോടുകൂടി കണ്ടിരുന്നു. ആ കുടുംബത്തിൻ്റെ കഥ മൊത്തം നാവുണ്ടായിരുന്നെങ്കിൽ കൊച്ചു ചക്കരച്ചി പറഞ്ഞു തരുമായിരുന്നുവെന്നും ലേഖകൻ ഓർക്കുകയാണ്. അത്രത്തോളം ആത്മബന്ധം ആ കുടുംബത്തിന് മാവിനോടുണ്ടായിരുന്നു. കൊച്ചു ചക്കരച്ചിക്ക് തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. AP ഉദയഭാനുവിൻ്റെ വാക്കുകളിലൂടെ കൊച്ചു ചക്കരച്ചി പ്രായം ചെന്ന ഒരു മുത്തശ്ശിമാവ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഞങ്ങൾ തറവാട്ടു വീട്ടിൽ താമസമായതിനു ശേഷം പണത്തിൻ്റെ മുട്ടുകൊണ്ട് 1-2 പ്രാവശ്യം കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സ്വയം ചത്തും മാവിനെ കാത്ത് രക്ഷിച്ചു പോന്ന നീറുകളെന്ന ചാവേറ്റുപട കൊച്ചു ചക്കരച്ചിയിൽ കയറാൻ ശ്രമിച്ചവരെയെല്ലാം തോൽപ്പിച്ച് ഓടിച്ചു കളഞ്ഞു. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ സമയത്ത് ആ മാങ്ങ വിൽക്കാനായിട്ട് പലപ്പോഴും അമ്മ ശ്രമിച്ചതാണെന്ന് എഴുത്തുകാരൻ ഓർക്കുകയാണ്. പക്ഷേ അതിൽ ജീവിച്ചിരുന്ന നീറുകൾ അല്ലെങ്കിൽ നിസറുകൾ എന്നൊക്കെ നമ്മൾ പറയും, ആ ഉറുമ്പുകൾ എല്ലാ രീതിയിലും അവിടെ കയറുന്നവരെ ഉപദ്രവിച്ച് ഓടിക്കുമായിരുന്നു. വിൽക്കാനുള്ളതല്ല, ആളുകൾക്ക് 1-2 പെറുക്ക് തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ നില.
എൻ്റെ മാങ്ങ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൊണ്ടുപോയി വിൽക്കാനുള്ളതല്ല, ഈ കുടുംബത്തിലുള്ളവർക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്വാദ് നോക്കാനുള്ളതാണ് എന്നുള്ള പക്ഷമായിരുന്നു കൊച്ചു ചക്കരച്ചിക്കുണ്ടായിരുന്നത്. മാങ്ങയുടെ കാര്യം പോകട്ടെ, മാവ് തന്നെ വാങ്ങാൻ ആളുകൾ വരാനായിട്ട് തുടങ്ങി. പിന്നീട് അതിൻ്റെ ആ ഒരു കായഫലം കണ്ടിട്ട് അല്ലെങ്കിൽ തടി കണ്ടിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ആ കൊച്ചു ചക്കരച്ചിയെ മുറിക്കാൻ വേണ്ടി എന്നുള്ള ഭാവത്തിൽ പലരും എത്തിയിരുന്നു. കാരണം ആ ഒരു കാലഘട്ടത്തിൽ മാവിനെല്ലാം തന്നെ വില കൂടി നിൽക്കുന്ന സമയമാണ്. അത് വെട്ടി തടിക്കഷ്ണം കൊടുത്തു കഴിഞ്ഞാൽ പല രീതിയിൽ വീടുകൾ പണിയാനെല്ലാം തന്നെ ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്നുള്ള വിചാരത്തോടു കൂടി പലരും വന്നിരുന്നുവെന്ന്. യുദ്ധകാലമായതോടെ മാവുകൾക്ക് വില കൂടി അവരെയും പട്ടാളത്തിൽ ചേർത്തിരുന്നു എന്നാണ് തോന്നുന്നത്. തായ്തടിയുടെ വണ്ണവും പൊക്കവും ശാഖോപശാഖകളെ കൊണ്ട് പാഴായി കളയാതെ 19 അടി ഉയരത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന് എന്ത് പ്രലോഭനവും ഉപയോഗിക്കാൻ തയ്യാറായി ആളുകൾ വന്നിരുന്നെങ്കിലും പണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തുരത്തപ്പെട്ടു. പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പട്ടാളത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾ, വിപണി സാധ്യതകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് മാവിൻ്റെ വില കൂടിയ സമയത്ത് അതെല്ലാം വെട്ടിയെടുക്കാനായിട്ട് പല ആളുകൾ വന്നിരുന്നു. പക്ഷേ അവരെല്ലാം തന്നെ തുരത്തി വിടുകയാണ് ചെയ്തത്. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അത്ര പെട്ടെന്നൊന്നും കൊച്ചു ചക്കരച്ചിയെ വിട്ടുകൊടുക്കാനായിട്ട് കുടുംബക്കാർക്കും താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കലും അത് മുറിച്ചു കളയണമെന്ന് ഞാൻ വാദിക്കാനും ശഠിക്കാനും ലഹള കൂട്ടാനും തുടങ്ങി. കൊച്ചു ചക്കരച്ചിയുടെ ഇടതുഭാഗത്തായി താഴെ നിന്ന് 8-10 അടി ഉയരത്തിൽ തൊലി പൊളിഞ്ഞ് തടി ജീർണിച്ചിരുന്നു. ആ ആപത്ത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും നിശ്ചയമില്ല. ഇടിമിന്നൽ ഏശിയതാവാമെന്ന് ചിലർ ഊഹിച്ചു. അത് ശത്രുക്കളുടെ ദ്രോഹവൃത്തിയായി മറ്റു ചിലർ സങ്കല്പിച്ചു. ഏറ്റവും ഒടുവിൽ പ്രബലമായി വന്നിട്ടുള്ള അഭിപ്രായം തടിക്കച്ചവടക്കാർ ആരോ തെക്കേപ്പുറത്ത് ആരുമില്ലാത്ത തക്കം നോക്കി തമരു വച്ച് തുളച്ചതിൽ നിന്ന് വന്നതാവാമെന്നാണ്. രോഗഹേതു എന്തുമാകട്ടെ, മാരകമായ രോഗം പിടിപെട്ടു, അതാണല്ലോ ഗണിക്കാനുള്ളത്. പക്ഷേ വീട്ടിലെ ചെറുപ്പത്തിൽ അദ്ദേഹം പറയുകയാണ്, എനിക്കത് മുറിച്ചു കളയണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ലഹള കൂട്ടാനും ശഠിക്കാനും വാദിക്കാനും തുടങ്ങിയിരുന്നുവെന്നും എഴുത്തുകാരൻ ഓർമ്മിപ്പിക്കുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് അത് അല്പം ജീർണിച്ചു പോയിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള പല വാദങ്ങൾ അവിടെ വന്നിരുന്നു. 8-10 അടി ഉയരത്തിൽ കൊച്ചു ചക്കരച്ചിയുടെ തടി വല്ലാതെ ജീർണിച്ചിരുന്നു. അത് ആ കുടുംബത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പല ആപത്തുകളും വിളിച്ചു വരുത്തുന്നുള്ള ചിന്തയോടുകൂടിയാണ് അത് മുറിച്ചു മാറ്റണമെന്ന് എഴുത്തുകാരൻ പറയാനായിട്ട് തുടങ്ങിയത്. ചിലർ പറഞ്ഞു അത് ഇടിമിന്നൽ കൊണ്ടതാണെന്ന്, മറ്റു ചിലർ പറഞ്ഞത് ശത്രുക്കളുടെ ഒരു കൊതി കൊണ്ടാണെന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രബലമായിട്ട് വന്നിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് തടിക്കച്ചവടക്കാർ ആരോ അതിൽ മുറിച്ചു വച്ചിട്ട് അങ്ങനെയുള്ളൊരു രോഗഹേതു പടർന്നതാണെന്നാണ് കൂടുതലൊരു വിശ്വാസമുണ്ടായത്. എന്നിരുന്നാൽ തന്നെയും പല രീതിയിൽ അത് മുറിക്കപ്പെടണമെന്ന് പല രീതിയിലും പലരും ആഗ്രഹിച്ചിരുന്നു എന്നർത്ഥം. കൊച്ചു ചക്കരച്ചിയുടെ രോഗം പരിഹരിക്കാൻ പലരും പല മരുന്നുകളും പറഞ്ഞു തന്നിരുന്നു. പക്ഷേ ഒന്നും തന്നെ വിലപ്പോയില്ല. പക്ഷേ കുടുംബത്തുള്ളവരുടെ ഒരു ജീവൻ നോക്കണമല്ലോ, അവരുടെ സുരക്ഷ നോക്കണമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി എത്രയും വേഗം അത് മുറിച്ചു മാറ്റണമെന്ന് താൻ ആഗ്രഹിച്ചു എന്നാണ് ഉദയഭാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെപ്പറ്റി, വേദനയെ പറ്റിയിട്ടെല്ലാം തന്നെ അദ്ദേഹം ചിന്തിച്ചിരുന്നു. പിന്നെ നോക്കാനുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയാണല്ലോ. കാലവർഷ കാറ്റ് വന്ന് ആഞ്ഞടിച്ചാൽ മാവ് ഒടിഞ്ഞു വീഴുന്നത് താശിപ്പുരയുടെ മേലാണ്. താശിപ്പുര എന്ന് പറഞ്ഞാൽ 4 കെട്ട്. അങ്ങനെ വന്നാലത്തെ നാശം ആർക്കു താങ്ങാൻ കഴിയും? വീഴാവുന്ന എവിടേക്ക് വീണാലും കെട്ടിടങ്ങൾ നശിക്കാതിരിക്കാൻ വഴിയില്ല. എവിടേക്ക് ആ മാവ് വീണ് കഴിഞ്ഞാലും കെട്ടിടത്തിലേക്കായിരിക്കാം വന്നു വീഴുന്നത്. കാരണം കുടുംബത്തോട് അത്ര ചേർന്നായിരുന്നു നിന്നിരുന്നത്. ആ നിലയ്ക്ക് അതിനെ വെട്ടുകയല്ലാതെ എന്ത് ചെയ്യാം? വെട്ടാതെ വരുന്ന അപകടത്തിന് എന്ത് സമാധാനം പറയാൻ കഴിയും? എന്ത് ആശ്വാസം കണ്ടുപിടിക്കാൻ കഴിയും? അതാണ് പറയുന്നത് എഴുത്തുകാരൻ. അത് വെട്ടിയില്ലെങ്കിൽ ചില പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും അപകടം വന്നിട്ട് അതിനു മുമ്പ് വെട്ടുന്നതാണ് ബെറ്റർ എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇഷ്ടമുണ്ടായിട്ടല്ല, ചുമതല ആകയാലാണ് ഏറ്റവും വലിയ അത്യാഹിതം ഒഴിവാക്കാൻ ആ മാവ് മുറിക്കണമെന്ന് സകല യുക്തികളും ഉപയോഗിച്ച് ഞാൻ വാദിച്ചത്. സകല ലോജിക്കുകളും യുക്തികളും ഉപയോഗിച്ചിട്ട് അമ്മയോട് പറയാൻ തുടങ്ങി. അമ്മ, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അത് മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ പല പ്രശ്നങ്ങൾ വരും. 4 കെട്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പോലും കഴിയില്ല. അതുമാത്രമല്ല നമ്മുടെ കുടുംബവും ഛിന്ന ഭിന്നമായി മാറുമെന്നെല്ലാം തന്നെ അമ്മയോട് യുക്തി നിരത്തിക്കൊണ്ട് പറയാനായിട്ട് ശ്രമിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അമ്മ ആ ഒരു വാക്കുകളൊന്നും തന്നെ കേൾക്കുകയുണ്ടായിരുന്നില്ല. അമ്മയ്ക്കുള്ളത് ഭക്തിയും വിശ്വാസവും മാത്രമാണ്. കൊച്ചു ചക്കരച്ചി എന്തു വന്നാലും വീഴില്ല എന്നുള്ള ഉറച്ച നിലപാടായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. അതുമാത്രമല്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്നുള്ള ഒറ്റ ഉറച്ച നിലയിലായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. അമ്മയ്ക്ക് ആ മാവിനോടുള്ള വിശ്വാസമാണ്
ജനിച്ച നാൾ മുതൽ കാണുന്നതാണ്. ഒരുപാട് മാമ്പഴം അത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ നോക്കി വളർത്തിയ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് കൊച്ചു ചക്കരച്ചി കൂട്ടു നിൽക്കില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ യുക്തിയും അതുപോലെ തന്നെ ഭക്തിയും തമ്മിലുള്ളൊരു വ്യത്യാസം. അമ്മയുടെ വിശ്വാസം അങ്ങനെയാണെങ്കിലും യുക്തിക്ക് നിരക്കാത്ത കാര്യമായിട്ട് തന്നെയാണ് AP ഉദയഭാനുവിന് ചെറുപ്പത്തിൽ പോലും തോന്നിയിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് കൊച്ചു ചക്കരച്ചിയോടുള്ള ആത്മബന്ധം എത്ര വലുതായിരുന്നെന്ന് കാണിക്കാൻ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെയാണ്. കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് ചെന്നിരിക്കും. പൂമുഖം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുൻവശത്ത്. കൊച്ചു ചക്കരച്ചി ചതിക്കില്ല എന്ന വിശ്വാസമാണോ, അതോ വീണു പൂമുഖവും അറയും തകർക്കുന്നെങ്കിൽ അതോടെ താനും തകരട്ടെ എന്ന വിചാരമാണോ അതിൻ്റെ പ്രേരക ശക്തി എന്നറിയില്ല. എത്ര പറഞ്ഞാലും കാറ്റും മഴയും വന്നാൽ അമ്മ ആ അപകട സ്ഥാനത്ത് ചെന്നിരുന്നത് തന്നെ. എത്ര കാറ്റും മഴയും ഉണ്ടെങ്കിലും അമ്മ എപ്പോഴും വീടിൻ്റെ മുൻവശത്ത് എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കും. അമ്മയുടെ ചിന്ത എന്താണെന്ന് മനസ്സിലാവില്ല എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. വീണു കഴിഞ്ഞാൽ താനും തകരട്ടെ എന്നുള്ള ഒരു ചിന്തയാണോ, അതോ കൊച്ചു ചക്കരച്ചി ചതിക്കില്ല എന്നുള്ള വിശ്വാസമാണോ, ഒന്നും തനിക്കറിയില്ല എന്ന് എഴുത്തുകാരൻ പറയുന്നു. എന്നിരുന്നാലും എത്ര ഇടി വന്നാലും മഴ വന്നു കഴിഞ്ഞാലും ആ അപകട സ്ഥലത്ത് തന്നെയായിരുന്നു അമ്മ ഇരിപ്പുറച്ചത്. ജീവഛേദകരമായ രോഗം പിടിപെട്ടിട്ടും യാതൊന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ ഋതുചക്ര തിരിച്ചിലിന് അനുസൃതമാം വിധം ആ മാവ് തളിർക്കുകയും പൂത്ത് കുടചക്രം പോലെ സ്വർണ്ണ സ്ഫുലിംഗങ്ങൾ പാറി വിലസുകയും ഇലകളിൽ നിന്ന് ഈശൻ മാത്രം നിറഭേദമുള്ള മാമ്പഴ കിങ്ങിണികൾ ചാർത്തി നിൽക്കുകയും കാലവർഷക്കാറ്റിൽ മറ്റു മരങ്ങൾ ചാഞ്ഞുലഞ്ഞ് ചാഞ്ചാടുമ്പോൾ തൻ്റെ സഗൗരവം വിടാതെ അർത്ഥവൃത്താകാരത്തിൽ ലേശമൊന്ന് തിരിഞ്ഞ് നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് വേദനയോടെ ഞങ്ങൾ നോക്കിക്കണ്ടു. എത്രയൊക്കെ രോഗം ബാധിച്ചിട്ടും തകർന്നു തുടങ്ങിയിട്ടും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഓരോ കാലഘട്ടത്തിലും അത് കൃത്യമായിട്ട് തന്നെ പൂക്കാനും തളിർക്കാനും അതുപോലെ മാമ്പഴം നൽകാനും, എത്ര കാറ്റ് വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ള മരങ്ങളെല്ലാം തന്നെ വീണ് കഴിഞ്ഞാലും ഇത് വലിയ സ്ട്രോങ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ തല ഉയർത്തി നിൽക്കുമായിരുന്നു എന്ന് ഓർക്കുകയാണ് എഴുത്തുകാരൻ. കർക്കിടക മാസത്തിലെ കറുത്ത വാവിൻ നാളിൽ ആകാശത്തിന് താഴെ തൻ്റെ ഇലപ്പടർപ്പ് കൊണ്ട് മറ്റൊരാകാശം സൃഷ്ടിച്ച് മിന്നാമിനുങ്ങളെ കൊണ്ട് നക്ഷത്ര നിബിഡമായി നിൽക്കുന്നത് ആസന്നമായ വേർപാടിൻ്റെ ബോധത്തെയും വേദനയും ഉത്കടമാക്കി തീർത്തു. അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും തറവാടിൻ്റെ ആ ചിരബന്ധുവിൻ്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞുപതിച്ചു. കർക്കിടക കാറ്റിലെ മഴയത്ത് പോലും തന്നെ തൻ്റെ ശാഖകൾ വിരിച്ചുകൊണ്ട് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ആ ഒരു കുടുംബത്തിന് രക്ഷ എന്നോണം അതവിടെ തന്നെ നിൽക്കുന്നു. വല്ലാതെ തനിക്ക് ആത്മബന്ധമുണ്ടായ സന്ദർഭങ്ങളാണതെന്നും കൂടി AP ഉദയഭാനു ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ആശങ്ക നിറഞ്ഞ് ഒരു 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലമായിട്ട് രോഗാതുരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു അപകടവും ആ കുടുംബത്തിന് നൽകാനായിട്ട് കൊച്ചു ചക്കരച്ചി തയ്യാറായിരുന്നില്ല. കൃത്യമായിട്ട് ഓരോ സീസണുകളിൽ ഓരോ കാലഘട്ടത്തിൽ അത് നല്ല രീതിയിൽ പൂക്കാനും തളിർക്കാനും തുടങ്ങിയിരുന്നു. കേവലം ഇച്ഛാശക്തി കൊണ്ടെന്ന പോലെ ആ മാവ് നിലനിന്നു. നല്ല ഇച്ഛാശക്തിയോടുകൂടി ആ ഉള്ളിലുള്ള ഒരു ചങ്കൂറ്റം കൊണ്ട് ഉള്ള ഒരു രീതിയിൽ തന്നെ ആ മാവ് ഈ 10 കൊല്ലവും രോഗത്തോടുകൂടി നിലനിൽക്കുകയാണ്. തുലാവർഷക്കാറ്റുകളും കാലവർഷക്കാറ്റുകളും ആ മുത്തശ്ശിയുടെ നിബിഡവും ശ്യാമളവുമായ തലമുടികളിൽ കൂടെ വിരലോടിച്ചു പോവുക മാത്രം ചെയ്തു, തള്ളിയിട്ടില്ല. മുത്തശ്ശി എന്നാണ് വിളിക്കുന്നത്. നല്ല തുലാവർഷ കാറ്റ് വരുന്ന സമയത്തും അതുപോലെ കാലാവർഷ കാറ്റും എല്ലാം വരുന്ന സമയത്ത് ആ മുത്തശ്ശിയുടെ തലമുടികളിൽ കൂടെ വിരലോടിച്ചു പോവുക മാത്രമാണ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളിലും ശാഖകളിലും തട്ടി തലോടിക്കൊണ്ടാണ് കാറ്റുകൾ പോയിക്കൊണ്ടിരുന്നത്. ഒന്നും തന്നെ അതിനെ സാരമായി ബാധിച്ചില്ല, തള്ളിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ 20 വർഷം മുമ്പ് വൃശ്ചികം ധനുമാസത്തിൽ നേരിയ ഒരു വർഷവും കാറ്റുമുണ്ടായി. അങ്ങനെ ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഓർത്തെടുക്കുകയാണ്, തനിക്ക് ഒരു 20 വർഷം അങ്ങാനുമായി കാണും. ആ 20 വർഷം മുമ്പ് ഒരു വൃശ്ചികം ധനുമാസത്തിൽ, നമുക്കറിയാം ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം 12 മാസമാണ് മലയാളത്തിലുള്ളത് അല്ലേ? അതിനകത്ത് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. തുലാം വൃശ്ചികം അല്ലെങ്കിൽ തുലാമഴയ്ക്ക് ശേഷം വൃശ്ചികത്തിലോ ധനുവിലോ ഒന്നും വലിയ രീതിയിൽ കാറ്റോ മഴയോ വരുന്നതല്ല. പക്ഷെ ഒരു ചെറിയൊരു കാറ്റും ചെറിയൊരു വർഷവും ആ സമയത്തുണ്ടായി. പഴുത്ത ഇലകൾ കൊഴിക്കാൻ മാത്രം പോരുന്ന ഒന്ന്. അകാലത്തുള്ള ആ കാറ്റും മഴയും കൊച്ചു ചക്കരച്ചിയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രത്യേകം നിയുക്തമായവയായിരുന്നു. ചെറിയ ഇലകൾ കൊഴിക്കാൻ പാകത്തിനുള്ളൊരു കാറ്റായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പക്ഷേ അത് കൊച്ചു ചക്കരച്ചിയുടെ നാശത്തിന് കാരണമായിരുന്നു. കൊച്ചു ചക്കരച്ചിയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന കാറ്റായിരുന്നു എന്നാണ് എഴുത്തുകാരൻ അതിനെ പറയുന്നത്. അല്ലാതെ ഒരു മാവ് വീഴാനുള്ള ശക്തിയൊന്നും ആ സമയത്തുണ്ടായിരുന്നില്ല. അല്പം തെക്കു പടിഞ്ഞാറ് ചാഞ്ഞ് അത് മുറിഞ്ഞു വീണു. പടിയിറ്റതിൽ വീടിൻ്റെ മതിൽ അല്പം പൊളിഞ്ഞു. ഒരു തൈമാവിൻ്റെ ഒരു ശിഖരമൊടിഞ്ഞു.
കളത്തിനരികിലെ പുളിമരത്തിൻ്റെ ഏതാനും ചെറിയ കൊമ്പുകൾ അടർന്നു. അതിനേക്കാൾ നിരുപദ്രവകരമായി എത്ര വിദഗ്ധനായ ഒരു മരം വെട്ടുകാരനും അതിനെ മുറിച്ചിടാൻ കഴിയുമായിരുന്നില്ല. ഒരു മരം വെട്ടുകാരന് മുറിച്ചിടാൻ കഴിയാത്ത പോലെ അത്രയും വിദഗ്ധമായിട്ട് ഒന്നിനും വലിയ പോറലുകൾ ഏൽപ്പിക്കാതെയാണ് കൊച്ചു ചക്കരച്ചി നിലത്ത് വീണത്. ഒരു തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ചാഞ്ഞാണ് വീണത്. ഒരു മതിലൊരൽപ്പം പൊളിഞ്ഞു, അതുപോലെ ഒരു തൈമാവിൻ്റെ ശിഖരമൊടിഞ്ഞു, അതുപോലെ പുളിമരത്തിൻ്റെ ഏതാനും കൊമ്പുകൾ അടർന്നു വീണു. അതിൽ കൂടുതൽ ഒന്നും തന്നെ ഒരു നാശനഷ്ടവും ആർക്കും ഒരു ദേഹോപദ്രവവും ഒന്നും ഏൽപ്പിക്കാതെയാണ് കൊച്ചു ചക്കരച്ചി പയ്യെ അടർന്നു വീണത്. കൊച്ചു ചക്കരച്ചി നേരുള്ള മാവാണ്, അവൾ ദോഷം വരുത്തുകയില്ല എന്നുള്ള അമ്മയുടെ വിശ്വാസം ജയിച്ചു. അവിടെ കിളിച്ചു പൊന്തിയ മാവിൻ തയ്യനെ കൊച്ചു ചക്കരച്ചിയുടെ മകൾ എന്ന നിലയിൽ അമ്മ വാത്സല്യത്തോടെ വളർത്തി. ഈ ആണ്ടിൽ അത് കായ്ച്ചു. അവൾ പുളിച്ചിയാണ്. കൊച്ചു ചക്കരച്ചി നേരുള്ള മാവാണ്, ഒരിക്കലും നമ്മെ ചതിക്കില്ല എന്നുള്ള വിശ്വാസമായിരുന്നു അപ്പോഴും അമ്മയ്ക്കുണ്ടായിരുന്നത്. അമ്മയുടെ വിശ്വാസം അങ്ങനെ ജയിക്കുകയും ചെയ്തു. അവിടെ കിളിച്ചു പൊന്തിയിരുന്നു. അതിനടുത്തായിട്ട് ചെറിയൊരു മാവിൻ തൈ പിന്നീട് കിളിച്ചു പൊന്തി. അതിനെ അമ്മ അതിൻ്റെ മകളായിട്ട് തന്നെയാണ് കണ്ടത്. ഒരു വാത്സല്യത്തോടെ കൊച്ചു ചക്കരച്ചിയെ സ്നേഹിച്ച അതേ വാത്സല്യത്തോടു കൂടി അമ്മ അതിനെയും കാണാനായിട്ട് തുടങ്ങി. അവൾ ഇത്തവണ കായ്ച്ചു എന്നുള്ള ഒരു ഓർമ്മ കൊണ്ടാണ് അദ്ദേഹം എഴുത്ത് അവസാനിപ്പിക്കുന്നത്. അത് പുളിച്ചിയാണ്. കൊച്ചു ചക്കരച്ചി നല്ല മധുരമുള്ള മാവായിരുന്നെങ്കിൽ, ഒരു തേന്മാവിന് തുല്യമായിരുന്നെങ്കിൽ, ഇതൊരു പുളിച്ചിയാണെന്ന് അദ്ദേഹം ഓർക്കുകയാണ്. പലതരത്തിലുള്ള മാവിൻ്റെ പ്രത്യേകത, മാവ് എങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സ്വാധീനം ചെലുത്തിയിരുന്നു. അമ്മയും മാവും തമ്മിലുള്ള ബന്ധം, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള സാന്നിധ്യമായിട്ട് ഇവിടെ കൊച്ചു ചക്കരച്ചിയെ കാണാനായിട്ട് കഴിയും. പ്രകൃതിയെ മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി തിരിച്ച് സ്നേഹിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ലേഖനം നമുക്ക് സമ്മാനിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ലേഖനം തന്നെയാണ് AP ഉദയഭാനുവിൻ്റെ കൊച്ചു ചക്കരച്ചി. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം ഇതിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. കൊച്ചു ചക്കരച്ചിയുടെ പ്രത്യേകത എന്തെല്ലാമാണ്? അമ്മയും കൊച്ചു ചക്കരച്ചിയും തമ്മിലുള്ള ആത്മബന്ധം എന്താണ്? ആ കുടുംബത്തിൽ കൊച്ചു ചക്കരച്ചിയുടെ പ്രാധാന്യം എന്താണ്? എന്നിങ്ങനെയുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അത്തരത്തിലൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. മാങ്ങ പഴുത്തു കഴിയുമ്പോഴാണല്ലോ രസം അതിൻ്റെ പരമോച്ഛ നില പ്രാപിക്കുന്നത്. കയ്യിൽ വച്ചൊന്ന് കശക്കി ഊറിക്കുടിച്ചാലുള്ള അമൃതരസത്തിനു മീതെ മറ്റൊന്നുമില്ല. കൊച്ചു ചക്കരച്ചിയിലെ ഭാഗമാണ്, വരികളാണിത്. പറയൂ, നാട്ടിൻ പുറത്തുള്ള മാങ്ങകൾക്കെല്ലാം രുചി ഈ മാംഗോ ഫ്രൂട്ടിക്കുള്ള പോലാണോ? PP രാമചന്ദ്രൻ്റെ മാമ്പഴക്കാലം എന്ന കവിതയിലെ വരികളാണ്. ഈ വരികളിൽ തെളിയുന്ന 2 തലമുറകളുടെ ജീവിതാനുഭവങ്ങളുടെ വ്യത്യാസം എന്താണ്? അഭിപ്രായം സമർത്ഥിക്കുക. ഇപ്പം നല്ലൊരു ഇൻട്രൊഡക്ഷൻ അതിന് കൊടുക്കുക. AP ഉദയഭാനുവിൻ്റെ കൊച്ചു ചക്കരച്ചി എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് കൊച്ചു ചക്കരച്ചി എന്ന പാഠഭാഗം. മാവും മാമ്പഴങ്ങളാലും സമൃദ്ധമായിരുന്ന ലേഖകൻ്റെ ബാല്യകാല സ്മരണകളാണ് ഇതിൽ പ്രതിപാദ്യ വിഷയമായി വരുന്നത്. 2 തലമുറകളുടെ ജീവിതാനുഭവങ്ങളുടെ വ്യത്യാസമാണ് ചോദ്യഭാഗത്ത് നൽകിയിരിക്കുന്ന ഈ ഒരു ഇതിൽ തെളിഞ്ഞിരിക്കുന്നത്. കൊച്ചു ചക്കരച്ചിയിലെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും, അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെ ആ പ്രാധാന്യവും മാമ്പഴം കഴിക്കുമ്പോഴുള്ള പരമോച്ഛ നിലയും എല്ലാം തന്നെ തെളിഞ്ഞു കാണാനായിട്ട് കഴിയുന്നു. എല്ലാ തരത്തിലും ഒരു നാച്ചുറാലിറ്റി, പ്രകൃതിയുമായുള്ളൊരു ബന്ധം നമുക്ക് കാണാനായിട്ട് കഴിയും. നാട്ടിൻപുറത്തെ മാവിൻ്റെ സ്വാദ്, മാമ്പഴത്തിൻ്റെ സ്വാദ് ആസ്വദിക്കുന്ന ഒരു തലമുറയെ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. എന്നാൽ PP രാമചന്ദ്രനെ മാമ്പഴക്കാലത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ ഒരു മാംഗോ ഫ്രൂട്ടിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു അച്ഛനും മകളും കൂടി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മകൾ അച്ഛനോട് ചോദിക്കുന്ന കാര്യമാണ്, അച്ഛാ, ഈ മാംഗോ ഫ്രൂട്ടിയുടെ സ്വാദ് തന്നെയാണോ മാമ്പഴത്തിനുമുള്ളതെന്ന്. കൃത്രിമ രുചിക്ക് പിന്നാലെ പോകുന്ന മനുഷ്യനെ പറ്റിയിട്ടാണ് ഈ പാഠഭാഗത്ത്, ഈ കവിതയിൽ പറയുന്നത്. അതൊരു പുതുതലമുറയുടെ ചോദ്യമാണ്. നഗരത്തിൻ്റെ കൃത്രിമ ജീവിത സാധനങ്ങൾക്കിടയിൽ കൃത്രിമമായി ജീവിച്ചു പോരുന്ന പുതുതലമുറയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. 2 തലമുറയുടെ വ്യത്യസ്തതകളാണ് 2 കൃതികളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കൊച്ചു ചക്കരച്ചി എന്ന ലളിതോപന്യാസത്തിലെ ചില സന്ദർഭങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇന്ന് മാങ്ങാമരം കാണാത്ത കുട്ടികൾ കേരളത്തിൽ ഉണ്ടാവില്ലെങ്കിലും ഇപ്പറഞ്ഞ പഴയ അപരിഷ്കൃത മട്ടുകൾ അവർ അറിയാനിടയില്ല. ആ കഥ അവർക്കൊരു പ്രത്യേക അരുമത്വം കൂടെ നേടിക്കൊടുത്തു. ഈ വാക്യത്തിലെ പ്രത്യേകതകൾ കണ്ടെത്തി കൊച്ചു ചക്കരച്ചി എന്ന ലളിതോപന്യാസത്തിൻ്റെ മനുഷ്യഭാവം, കാവ്യാത്മകമായ ഭാഷ, ലാളിത്യം, വാങ്മയ ചിത്രം, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻട്രൊഡക്ഷനൊക്കെ നല്ല രീതിയിൽ എഴുതുക. അതുപോലെ തന്നെ അമ്മയ്ക്ക് മാവിനോടുള്ള ഒരു മമത, ആ ഒരു കാഴ്ചപ്പാട് ഇതിനകത്ത് പറയണം.
കുട്ടികൾ ഹോമം നടത്തുമ്പോൾ സ്നേഹത്തോടെ മാങ്ങ പൊഴിച്ചു തരുന്നത് ഉദാഹരണമാണ്. നമ്മൾ പറഞ്ഞിരുന്നു പാഠഭാഗത്തിൽ കുട്ടികളെല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് ഹോമദ്രവ്യം ഒഴിക്കുന്ന ഒരു കാര്യം. ആ ഹോമപ്പുകയിൽ നിന്നാണ് ഒരുപാട് മാമ്പഴങ്ങൾ വരുന്നതെന്നുള്ള കാര്യം. അതുപോലെ കുലശ്രേഷ്ഠകളായിട്ടുള്ള കുടുംബത്തിൽ നിൽക്കുന്ന കൊച്ചു ചക്കരച്ചിയും വലിയ ചക്കരച്ചിയും, അതിലെല്ലാം തന്നെ ഈ കൊച്ചു ചക്കരച്ചി വലിയ ചക്കരച്ചി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മനുഷ്യഭാവം അതിനകത്ത് പ്രകടമാണ്. ഈ മാവകൾ സഹോദരങ്ങളാണെന്ന സൂചന നൽകുന്നു. വൃദ്ധ മുത്തശ്ശി എന്ന പ്രയോഗത്തിൽ മാവിൻ്റെ പ്രായവും അനുഭവ പരിചയവും പ്രകടമാകുന്നു. മുത്തശ്ശിയെ പോലെ തലമുറകളുടെ കഥ ഒരുപാട് അറിയുന്നതാണ് ഈ കൊച്ചു ചക്കരച്ചി. കുടുംബത്തിൻ്റെ സകല വിശേഷങ്ങളും നാവുണ്ടായിരുന്നെങ്കിൽ അത് പറഞ്ഞു തന്നേനെ എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചു ചക്കരച്ചിക്ക് പിടിപെട്ട മാരക രോഗത്തെപ്പറ്റിയും അതിനുള്ള ചികിത്സാ വിധികളെ പറ്റിയും സൂചിപ്പിക്കുമ്പോൾ ഒരു വൃദ്ധ മുത്തശ്ശിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നേരുള്ളവൾ, ചതിക്കാത്തവൾ, അതുപോലെ കുട്ടിത്തമുള്ള കുട്ടികളെപ്പോലെ അരുമത്തം നേടിയവൾ തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം തന്നെ ഈ കാഴ്ചപ്പാടിനെ ബലം നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു മാനുഷിക അല്ലെങ്കിൽ മാനുഷിക ഭാവം കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഇവിടെ കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്നത്. പല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഭംഗിയായിട്ട് കഥകൾ വായിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ വേണമെങ്കിൽ ആശയം, അതുപോലെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ, നൂതന പദങ്ങൾ, ഇതെല്ലാം തന്നെ എക്സാം പോയിന്റിന് കീഴിൽ ഭംഗിയായിട്ട് നൽകിയിരിക്കുന്നുണ്ട്. അപ്പോൾ പാഠഭാഗം ഭംഗിയായിട്ട് പഠിക്കുക. നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക്